അപ്പച്ചി എന്താ മോനെ? വാപ്പച്ചി നമ്മുടെ പിന്നെ ഉമ്മർ പിള്ളപ്പുലവ അപ്പച്ചിയുടെ വാപ്പ പി കെ കുഞ്ഞിനെ പറ്റി എത്ര പാട്ടായിരുന്നു എഴുതിയത്? മോളെ, പി കെ കുഞ്ഞിനെ പറ്റി 3 പാട്ടാണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ ഈ 3 പാട്ടും എനിക്കറിയത്തില്ല. അപ്പച്ചി ഇവിടെ ഇല്ല, അന്ന് ഞാൻ ഇവിടെ ഇല്ല. ഹാഷിമിക്കും അറിയാം. അറിയാം. ഹാഷിമി എടുത്ത് ചോദിച്ചാൽ അറിയാം, അവൻ പാടുകയും ചെയ്യുവാൻ. അപ്പച്ച അങ്ങോട്ട് ഒന്ന് വന്നേ, ബാ അങ്ങോട്ട് വന്നേ ചോദിക്കാം. വാപ്പച്ചി പി കെ കുഞ്ഞിനെ പറ്റി എത്ര പാട്ട് എഴുതിയിട്ടുണ്ട്? എൻ്റെ ഓർമ്മയിൽ 3 പാട്ട്. അതൊന്ന് 60-ന് മുമ്പുള്ള ഒരു പാട്ടാണ്, 1960-ന് മുമ്പ്. അത് പിന്നെ രാഷ്ട്രീയ പാട്ട്. അത് പിന്നെ രണ്ടാമതാ പി കെ കുഞ്ഞ് സാഹിബ് ഹജ്ജ് കഴിഞ്ഞ് വന്നപ്പോൾ എടശ്ശേരി ജംഗ്ഷനിൽ ഒരു സ്വീകരണം കൊടുത്തായി. അപ്പോൾ അതിനൊരു പാട്ട് എഴുതി. ഹജ്ജ് കഴിഞ്ഞ് ഹജ്ജിന് പോയിട്ട് വന്നപ്പോൾ അന്ന് പി കെ കുഞ്ഞ് സാഹിബ് മന്ത്രിയാണ്. അപ്പോൾ അതിനൊരു പാട്ട്. പിന്നെ അത് കഴിയുമ്പോൾ പി കെ കുഞ്ഞ് സാഹിബ് മരിച്ചപ്പോഴാണ് പിന്നെ ഒരു പാട്ട് എഴുതിയത്. ആ പാട്ട് ഫുള്ള് എനിക്കറിയാം. ഞാൻ എഴുതിയത് വാപ്പിച്ച് പറഞ്ഞന്ന് എഴുതിയത് ഞാനാണ് ആ പാട്ടെല്ലാം. മറ്റേ അതിന് മുമ്പുള്ള പാട്ടൊന്നും ഞാനല്ല എഴുതിയത്. അല്ല, അത് പോട്ടെ. വാപ്പിച്ചക്ക് അറിയുന്നൊരു പാട്ട് അദ്ദേഹത്തിനെ പറ്റി ഒന്ന് പാടാവോ? അതോ വാപ്പിച്ച എഴുതി വെച്ചിട്ട് പാടിയാൽ മതി. എഴുതിയിട്ട് വെച്ചിട്ടുണ്ടോ? എഴുതിയ ഇവിടെ ഇരിപ്പുണ്ട്, പേപ്പറുണ്ടോ? ഒന്ന് പാടിക്കാത്. അയ്യടെ ഞാൻ എഴുതിയതാ ഒന്ന് ഓർത്തപ്പോഴേ. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പാട്ട് പാടിയതിനകത്ത് അപ്പം നമ്മുടെ സേഫ് പറഞ്ഞായിരുന്നു, സേഫ് പറഞ്ഞിട്ടായിരുന്നല്ലോ എഴുതി വെക്കണം വാപ്പിച്ച മാമ ഓർത്ത് എല്ലാം എഴുതി എടുത്ത് വെക്കണേന്ന് പറഞ്ഞു. അന്ന് ഞാനൊന്ന് എടുത്ത് വാപ്പിച്ചയുടെ പാട്ടുകൾ കുറെ ഉണ്ട്, അതൊക്കെ ഞാൻ ഇങ്ങനെ ഓർത്തെടുത്ത എല്ലാം എനിക്ക് മറന്നു പോയതായിരുന്നു. അന്ന് ഞാനൊന്ന് എഴുതി വെച്ചു. അറിയുന്ന രീതിയിലൊന്ന് പാടിക്കും. അതിങ്ങനെ തുടങ്ങുന്നത് നമുക്ക് പാട്ടറിയാൻ വയ്യ, ഈണവും താളമൊന്നും കിട്ടില്ല. എന്നാലും അദ്ദേഹത്തിനെ പറ്റിയല്ലേ, നമ്മുടെ കായംകുളത്തുള്ള പി കെ കുഞ്ഞ് സാഹിബിനെ പറ്റി അദ്ദേഹത്തിന്റെ അറിയാം, അദ്ദേഹത്തിനെ പറ്റി എഴുതിയ വരികൾ പാടിക്കും. ആദ്യ തുടങ്ങി ഓതി ബിസ്മില്ലാഹിർ റഹ്മാനിൽ ആദരവോട് വണങ്ങി ഈ കവി പാടുന്നേ. ഭാരതമിൽ പല ഭാഗവും കേരളമാകെ കേസരി എന്ന ആക്കലിൽ പി കെ കുഞ്ഞ് ഹാജിയാം. പാവനമായൊരു നേതാവാണ്, രാഷ്ട്രതലത്തെങ്ങും ശോഭനമായൊരു സൗധം വിട്ടിത പോയല്ലോ. പക്വമായൊരു വ്യക്തി ഇത്ര വേഗം വിട്ട് വിരിഞ്ഞതിൽ ദുഃഖിതരാം ജനമൊക്കെയും മുറവിളി കൂട്ടുന്നേ. തക്ക സമയത്തൊക്കെയും നല്ല ബുദ്ധി ചെലുത്തും നേതാവാം, തത്വമുള്ളവർ പത്തരമാറ്റ് തങ്കം പോലൊരു നേതാവാം. ശത്രുക്കൾ വന്നാൽ അവരുടെ മിത്രമാകും നേതാവാം. മുപ്പിരി തൊട്ടിലാടിയുറങ്ങി ചാടിക്കാളിച്ചുള്ള പട്ടം സാറിൻ്റുറ്റ ഹബീബാം നേതാവാം. തന്നുടെ ജാതക ഭൂമിയിലെന്നും ഓർമ്മയ്ക്കായി നിർമ്മിച്ചത് മാം ധന്യമായ മിലാദ് ഷരീഫ് മെമ്മോറിയൽ കോളേജാം. ടൗണിൻ പശ്ചിമ ഭാഗത്തായിട്ടുച്ചത്തിൽ വിലസുന്നത് മാം നാഷണൽ ഹൈവേ തൊട്ടരികിൽ കാണുന്ന മൂനാറകൾക്ക് ഉത്തരഭാഗത്തന്റെ വിശ്രമം കൊള്ളുന്നേ. സായുധ പോലീസ് അകമ്പടിയിൽ ദേശീയ ബഹുമതി നൽകി സാഹിബ് തമ്മിയുടെ കൃതിയാത്ര തുടർന്നേ. 1000 ഭക്തജനങ്ങൾ നിന്ന് നമസ്കരിപ്പിച്ചു. ആശയമാൽ ഖുർആൻ പാരായണം ശോകവിധത്തിൽ കേൾപ്പിച്ചു. 3 വേദക്കാരും വന്ന് പ്രാർത്ഥനയിൽ വ്യസനിച്ചു. ആദരവോടെ മയ്യം മണ്ണിൽ മക്കൾ കൂടി മറപ്പിച്ചു. MLA മിനിസ്റ്റർമാരും വന്ന് സമർപ്പിച്ച റീത്തുകൾക്കെത്ര വിചിത്രമാണിത് കാണുമ്പോൾ. മറ്റും രാഷ്ട്ര നേതാക്കൾ വന്നാദരാജ്ഞലി മാനസനന്ദവർപ്പിച്ചതും ദുഃഖമിതിലാണ്ടല്ലോ. അത്രേ ഉള്ളു. ഉള്ളല്ലോ, അത്രേ ഉള്ളൂ.